മാലിദ്വീപ്സിന് തിരിച്ചടിയായോ? തിരിച്ചടിയാകുമല്ലോ. കാരണം ഇന്ത്യ ഒരു ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ എടുത്ത ആ ഒരു നിലപാട് അതൊരു വിദ്വേഷ പ്രസ്താവനയായിട്ടാണ് ഞാൻ കാണുന്നത്. 3 മന്ത്രിമാരാണ്. ആ മന്ത്രിമാരുടെ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ എടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ ആമുഖത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അപ്പോളജി അത് തന്നെയാണ് മാലിദ്വീപ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വരേണ്ടത്. മാലദ്വീപിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് മുയ്സു ഇന്ന് ചൈനയിലാണുള്ളത്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം അവിടെ ഈ മുൻപേ എടുത്ത ഒരു തീരുമാനം അനുസരിച്ചാണ് സന്ദർശനമെങ്കിലും അത് നേരത്തെ ഉണ്ടായിട്ടുള്ള പതിവുകൾ തെറ്റിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നതും കാണേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ മന്ത്രിമാരുടെ പ്രസ്താവന. അത് ഒരാൾ പറയുന്നു, മറ്റേയാൾ അടുത്ത ഒരു കമന്റ് ഇടുന്നു. അത് വെറും പൊടുന്നനെ സംഭവിച്ച ഒന്നായി ഞാൻ കരുതുന്നില്ല. നേരത്തെ തന്നെ ഇന്ത്യ ഔട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി തന്നെയാണ്. അതൊരു വിദ്വേഷ പ്രസ്താവന തന്നെയാണ്. ആലോചിച്ചെടുത്ത ഒരു പ്രസ്താവനയാകാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ആദ്യം ഇന്ത്യ സന്ദർശിക്കുക എന്ന മുയ്സുവിന്റെ മുൻഗാമികൾ സ്വീകരിച്ച നയം എന്തുകൊണ്ട് മുയ്സു മാറ്റി? ഒന്നാമത്തെ ചോദ്യം അതാണ്. ആ മാറ്റത്തിന് പിന്നിലുണ്ടായിരിക്കുന്ന കാരണം അതിന്റെ ഒരു ഡിസ്പ്ലേ ആണോ ഈ 3 മന്ത്രിമാരിലൂടെ നമ്മൾ കണ്ടത് എന്നതാണ് അവിടെ നിൽക്കുന്നത്. ചൈന ഇന്ന് അദ്ദേഹത്തിന്റെ കമന്റാണ്. ഇന്ന് അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷമുള്ള ഫസ്റ്റ് കമന്റ് ഇങ്ങനെയാണ്: ചൈനയും മാലദ്വീപും, അതിന്റെ ഒരു തർജ്ജമ ഞാൻ പറയാം, ചൈനയും മാലദ്വീപും കാലാകാലങ്ങളായുള്ള സൗഹൃദത്തിൽ അഭിമാനിക്കുന്നു എന്നതാണ് ആദ്യത്തെ വാചകം തന്നെ. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് ശേഷമുള്ള ലാസ്റ്റ് 52 ഇയേഴ്സ് ആണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിൽ വെള്ളിയാഴ്ച വന്ന ഒരു എക്സിലെ ഒരു പോസ്റ്റ് കൂടി ഞാൻ പറയാം. ചൈനയുടെ വിദേശകാര്യ വക്താവാണ് ഹുവ ചുനിയിങ്. അദ്ദേഹം വെള്ളിയാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഇതേ വാചകങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടേക്ക് മുയ്സു പോകുന്നത്, അവിടെയുള്ള ചൈനയുടെ പ്രതികരണം, ഇത് രണ്ടും തമ്മിൽ വളരെ ചേർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അവിടുത്തെ മാലദ്വീപിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്ന് പരാജയപ്പെടുത്തിയത്. അതിനുശേഷം വന്നിരിക്കുന്ന അവിടെ നിന്നുള്ളൊരു ആക്ഷൻ അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മാലദ്വീപിന് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയുള്ള ഒരു സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ഏതിടങ്ങളിൽ പോയി ആ ഇടത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ, നേരത്തെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായൊക്കെ സമാന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഹാഷ്ടാഗുകളൊക്കെ നരേന്ദ്രമോദി ഇട്ടതാണ്. അന്നൊന്നും ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഒരു രാജ്യത്തിൻ്റെയും നേതാക്കളിൽ നമ്മൾ കണ്ടതല്ല. അപ്പോഴാണ് ഇവിടെ കൃത്യമായി മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രതികരണം വരുന്നത്. അത് ഒരു ഹെയ്റ്റ്രഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിദ്വേഷം തന്നെയാണ് പുറത്തു വന്നത്. അതിന് കൃത്യമായ മറുപടി അവർ തരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം അതൊരു സ്ട്രാറ്റജിക് റിലേഷനാണ്. ട്രേഡ് റിലേഷൻ്റെ കാര്യത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 4 ഇരട്ടി ആ വ്യാപാരം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് കണക്കാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻ അവിടെ ഉള്ളപ്പോൾ എന്തിന് ചൈനയുടെ പിന്നാലെ പോയി? ചൈനയുടെ പിന്നാലെ പോയിട്ടുള്ളവർക്ക്, ശ്രീലങ്ക അടക്കമുള്ളവർക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മുയ്സുവിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, മുയ്സു അവിടെ എത്തിയതിനു ശേഷം സുപ്രധാനമായ കരാറുകളിൽ ഒപ്പിടാൻ പോകുന്നുവെന്നാണ് പറഞ്ഞത്. അതായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ വരാൻ പോകുന്ന വാർത്ത. ചൈനയ്ക്കൊപ്പം നിൽക്കുക, ഇന്ത്യയെ തള്ളിപ്പറയുക, ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ തള്ളിപ്പറയുക. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ള ഔദ്യോഗിക സ്റ്റാൻഡ്, അതുകൂടി വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കമൻറ്റ് വരുന്നത്. ഇസ്രായേലിൻ്റെ കളിപ്പാവ എന്നാണ് നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നത്. അത് ഒരു വളരെ ആലോചിച്ചെടുത്ത ഒരു കമൻറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒക്കെ ഇങ്ങനെയൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടത് അത്ര സ്വാഭാവികമായി സംഭവിക്കേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ തിരിച്ചടി വരാൻ പോകുന്നത് മാലിക്ക് തന്നെയാണ്. കാരണം മാലിദ്വീപിലേക്ക് നമ്മുടെ ഉണ്ണിസാർ അടക്കം കഴിഞ്ഞ വർഷത്തെ ഇവിടെ നിന്ന് പോയ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒരു 3 എണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ ഉണ്ണിസാറാണ്. അപ്പോൾ ഞാനൊരു മാലദ്വീപിലേക്ക് ഒന്ന് പോയി. ഇന്ന് രാവിലെ മുതൽ ഈ മാലദ്വീപ് വിഷയത്തുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ നിരന്തരം ക്രൂശിക്കപ്പെട്ടു ഒരു രാജ്യദ്രോഹിയായി. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഉണ്ണിസാർ പോവില്ല എന്ന് നമ്മുടെ നേരത്തെ ഈവനിംഗ് ഷോയിൽ തന്നെ വ്യക്തമാക്കി. കാരണം രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് ഉണ്ണിസാറിന്റെ. അതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ ആൾക്കാർ എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ല. ഭയങ്കര സെക്യൂരിറ്റി സംശയമില്ല, ഒരു സംശയവും വേണ്ട. വീണ്ടും രാജ്യസ്നേഹി അല്ല എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ്, രാജ്യസ്നേഹിയാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മാലിക്ക് തിരിച്ചടിയാകുന്നത് ഈ ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കാരണം മത്സ്യബന്ധനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൂറിസം ആണല്ലോ. അപ്പോൾ ഈ ടൂറിസം GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 25%. അതിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളാണ് റഷ്യ കഴിഞ്ഞാൽ ഇപ്പോൾ മാലി പുറത്തുവിട്ട നവംബർ വരെയുള്ള കണക്കനുസരിച്ച് കൂടുതലായി ഉള്ളത് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ തന്നെയാണ്. ഇപ്പോൾ ഡിസംബറിൻ്റെ കൂടി എടുത്തു കഴിഞ്ഞാൽ ഡിസംബറിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ പോയിട്ടുണ്ട്. അപ്പോൾ
അതുകൂടി വെച്ചിട്ടാണ് ഈ 2 ലക്ഷം 2 ലാക്ക് പ്ലസിന്റെ ഒക്കെ കണക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ കുറയുന്നത് തന്നെ മാലിക്ക് തിരിച്ചടിയാണ്. പിന്നെ ഇതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സുനാമി ആയാലും മറ്റു തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ആയാലും എല്ലാം ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന, ആദ്യം സഹായിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്തെ എന്തിനിങ്ങനെ പിണക്കണം? അതാണ് എനിക്ക് മാലിയോട് ചോദിക്കാനുള്ളത്. അപ്പോൾ മാലിക്ക് ഇതൊരു തിരിച്ചടിയാണ്. അത് സർക്കാർ തിരിച്ചറിഞ്ഞ് പ്രോപ്പർ അപ്പോളജിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. Meet the editors.